കൽപ്പകഞ്ചേരി പഞ്ചായത്ത് മുസ്ലിം ലീഗ് മൺസൂൺ ക്യാമ്പ് 12/8/2026 ബുധൻ പുത്തനത്താണി ഹലാമാൾ മീറ്റിംഗ് ഹാളിൽ വെച്ച് നടക്കുകയുണ്ടായി. അതിലെ കാഴ്ചകളാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. പഞ്ചായത്തിനുള്ളിലെ 21 വാർഡുകളിൽ നിന്നായി വാർഡ് പ്രസിഡന്റ്, സെക്രട്ടറി, ഖജാൻജി ഇവരടങ്ങുന്ന ടീമുകളാണ് ഈ പരിപാടിയിൽ പങ്കെടുത്തത്. കൂടാതെ യൂത്ത് ലീഗിന്റെയും കർഷക സംഘത്തിന്റെയൊക്കെ പ്രതിനിധികളും മൺസൂൺ ക്യാമ്പിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തിച്ചേർന്നിരുന്നു. ഈ പരിപാടിക്ക് സ്വാഗതം അറിയിച്ചുകൊണ്ട് കൽപ്പകഞ്ചേരി പഞ്ചായത്ത് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി തൈക്കാടൻ അബ്ദുൽ സാഹിബ് കടന്നുവന്നു. പരിപാടിയുടെ അധ്യക്ഷൻ കൽപ്പകഞ്ചേരി പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് തെയ്യമ്പാട്ടിൽ ഷറഫുദ്ദീൻ സാഹിബായിരുന്നു. ഉദ്ഘാടന കർമ്മം നിർവഹിച്ചുകൊണ്ട് ബഹുമാന്യനായ രണ്ടത്താണി അബ്ദുറഹിമാൻ സാഹിബ്, ഈ പരിപാടിയുടെ ഫെസിലിറ്റേറ്റർ അഡ്വക്കേറ്റ് മുഹമ്മദ് അനീഫ സാഹിബായിരുന്നു. കൂടാതെ തിരൂർ നിയോജക മണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റ് കോട്ടയിൽ കരീം സാഹിബ്, KMCCയെ പ്രതിനിധീകരിച്ചുകൊണ്ട് സിദ്ദീഖ് കാലുടി, സീനിയർ നേതാക്കളായ സെയ്ദലവിക്കുട്ടി മാസ്റ്റർ, മയ്യേരി കുഞ്ഞു മുഹമ്മദ് മാസ്റ്റർ, നിലവിൽ കൽപ്പകഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AP സബാഹ് സാഹിബ്, കൂടാതെ കൽപ്പകഞ്ചേരി പഞ്ചായത്ത് മുൻ പ്രസിഡന്റും നിലവിൽ ജില്ലാ പഞ്ചായത്ത് മെമ്പറുമായ DR KP വഹീദ, ബ്ലോക്ക് മെമ്പർമാരായ കരീം സാഹിബ്, മക്ബൂൽ പൊട്ടേങ്ങൽ, കൂടാതെ ഗ്രാമപഞ്ചായത്തിലെ മുസ്ലിം ലീഗിന്റെ ജനപ്രതിനിധികളും ഈ പരിപാടിയിൽ പങ്കാളികളായിരുന്നു. ഈ ക്യാമ്പിന്റെ സവിശേഷതകളെ കുറിച്ച് പറയുമ്പോൾ 5 ഗ്രൂപ്പുകളായി തിരിഞ്ഞ് അവർക്കായുള്ള ചോദ്യങ്ങൾക്ക് ഓരോ ഗ്രൂപ്പ് അംഗങ്ങളും വിശദമായി ചർച്ച ചെയ്ത് അതാത് ഗ്രൂപ്പിന്റെ ലീഡർമാർ വേദിയിൽ വന്ന് അവരവരുടെ ഗ്രൂപ്പിന്റെ നിലപാടുകൾ വ്യക്തമാക്കി. ഓരോ ഗ്രൂപ്പിനോടുമായുള്ള ചോദ്യങ്ങളിൽ ഭൂരിപക്ഷവും വർത്തമാനകാല സാഹചര്യങ്ങളിൽ പഞ്ചായത്തിനുള്ളിൽ നടപ്പിൽ വരുത്തേണ്ട വികസന പ്രവർത്തനങ്ങളും പാർട്ടിക്ക് കീഴിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചാരിറ്റി പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്താനുള്ള അഭിപ്രായം ആരായലും, കൂടാതെ യുവാക്കളെയും കുട്ടികളെയും പാർട്ടിയോടൊപ്പം ചേർത്തു നിർത്തുന്നതിന് വേണ്ടി ആധുനിക കാലഘട്ടത്തിൽ കൊണ്ടുവരേണ്ട മാറ്റങ്ങളും തിരുത്തലുകൾ ആവശ്യമെങ്കിൽ അതിനെക്കുറിച്ചും, അതോടൊപ്പം UDF സർക്കാർ മുന്നോട്ട് വച്ചിട്ടുള്ള ഓപ്പറേഷൻ തൂഫാനുമായി ബന്ധപ്പെട്ട് ലഹരി മാഫിയയെ അവരവരുടെ പ്രദേശങ്ങളിൽ ഇല്ലായ്മ ചെയ്യുന്നതിനു വേണ്ടി നിയമപാലകരുമായി സഹകരിച്ച് മുന്നേറാനും അത്തരം കാര്യങ്ങളിൽ അവർക്ക് വേണ്ട എല്ലാവിധ സഹായ സഹകരണങ്ങളുമായി മുസ്ലിം ലീഗ് പാർട്ടി എന്നും സജീവമായിട്ട് നിലനിൽക്കേണ്ടതുണ്ടെന്നും അതിനുവേണ്ടി വരുന്ന എല്ലാവിധ സപ്പോർട്ടും സഹായവും പാർട്ടി നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്നും അതാത് വാർഡിലെ പാർട്ടി പ്രവർത്തകർക്ക് ഉണ്ടായിരിക്കേണ്ടതുണ്ടെന്നും നിർദ്ദേശം ഉയർന്നു വന്നു. അതുപോലെ തന്നെ ലഹരിക്ക് അടിമപ്പെട്ടു പോകുന്ന യുവാക്കളെ രക്ഷപ്പെടുത്തുന്നതിന്റെ ഭാഗമായി അവർക്ക് ആവശ്യമായ കായിക വിനോദങ്ങളും ആരോഗ്യ സംരക്ഷണത്തെക്കുറിച്ചുള്ള ബോധവൽക്കരണവും അനിവാര്യമാണ് എന്ന് മുഴുവൻ ഗ്രൂപ്പ് അംഗങ്ങളും സജീവമായി വാദിച്ചു.